ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമാൽ ഭൂമിയുടെ പിന്നാലെ കത്തിയുമായിട്ട് പിറകെ ഓടുന്ന ഒരു സ്വപ്നമാണ് കേട്ടോ നമ്മുടെ അച്ചുവേട്ടൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് കമാൽ കത്തിക്കൊണ്ട് ഭൂമിയുടെ പുറത്തേക്ക് എറിയുമ്പോൾ അച്ചുവേട്ടൻ ഇങ്ങനെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. വല്ലാത്തൊരു സ്വപ്നം ആയതുകൊണ്ട് തന്നെ അച്ചുവേട്ടന് പെട്ടെന്നൊരു പരിഭ്രമവും എല്ലാം കൂടെ വരികയാണ്. അംബികേച്ചി ആണെങ്കിലോ നല്ല കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ട്. അംബികേച്ചി ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ അച്ചുവേട്ടൻ അപ്പം തന്നെ ഡോറൊക്കെ തുറന്ന് ഭൂമിയുടെ അടുത്തേക്ക് പോയി നോക്കുകയാണ്. ഭൂമി നല്ല ഉറക്കത്തിലായിരുന്നു. എന്നിട്ട് അച്ചുവേട്ടൻ ഭൂമിയുടെ കട്ടിലിരുന്ന് അവളുടെ തലയിലൊക്കെ ഒന്ന് തലോടി എന്തൊക്കെയോ അച്ചുവേട്ടൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. വല്ലാത്തൊരു പരിഭ്രമം ആ മുഖത്ത് കാണാം. പരിഭ്രമം മാത്രമല്ല, നല്ല സങ്കടത്തിലുമാണ് അച്ചുവേട്ടൻ. മോളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം വല്ലാതെ അച്ചുവേട്ടനെ അലട്ടുന്നുണ്ട്. അങ്ങനെ രാവിലെ അംബികേച്ചി ചായയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ആ സമയത്ത് ഭൂമി അവിടേക്ക് വരും. എന്നിട്ട് ഭൂമി ചോദിക്കും, ഞാനും അച്ഛനുമായിട്ട് പുറത്ത് പോകുന്നതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അസൂയ ഉണ്ടോ? എന്നിട്ട് ഭൂമി പറയും, അതെ, കുശുമ്പ് വരാൻ ഇടയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഞങ്ങൾ ചുറ്റാൻ പോകുന്നത്. അന്നേരം അംബികേച്ചി പറയും, നല്ല അസൂയയും കുശുമ്പും ഉണ്ട്. ഞാനേ അസൂയ മൂത്തേ ഏതെങ്കിലും കുളത്തിലോ കിണറ്റിലോ വന്ന് ചാടിക്കോളാം. അങ്ങനെയാണെങ്കിലേ അയൽപക്കത്തുള്ള ആളുകളെയൊക്കെ വിളിച്ച് ആഘോഷമായിട്ട് പോയാൽ മതി. അങ്ങനെ ആവുമ്പോഴല്ലേ പത്രത്തിലൊക്കെ വന്ന് ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അംബികേച്ചി പറയും, നിന്നോടേ അച്ഛനെയും കൊണ്ട് പുറത്തു പോകാൻ പറഞ്ഞതാരാ? അമ്മ ആണല്ലോ. എങ്കിലേ എൻ്റെ മോള് ചായ കുടിച്ചിട്ട് വേഗം പോകാൻ നോക്ക്. അങ്ങനെ ഭൂമി അച്ചേട്ടൻ റെഡിയായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയി നോക്കും. ആ സമയത്ത് അച്ചേട്ടൻ റെഡിയായി ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ ഭൂമി പറയും, ആഹാ, അച്ഛൻ റെഡിയായോ? ഇങ്ങനെ അച്ഛനെ കണ്ടാലേ പെൺപിള്ളേർക്കൊക്കെ ക്രഷ് തോന്നും. അപ്പോൾ അച്ചേട്ടൻ പറയും, ഒരു മാലാഖ അച്ഛനോട് പറഞ്ഞു ഈ ഡ്രസ്സ് ഇടാൻ. അച്ഛൻ അനുസരിച്ചു. നേരം ഭൂമി പറയാണ്, അനുസരണശീലമുള്ള കുട്ടികളെ മാലാഖയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നിട്ട് അച്ചേട്ടൻ പറയാണ്, അതെ, അമ്മയെ കൂടെ കൂട്ടായിരുന്നു. അപ്പോൾ ഭൂമി പറയും, അത് അനുസരണശീലം ഇല്ലല്ലോ. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ അമ്മ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അന്നേരം അച്ചേട്ടൻ പറയാണ്, അയ്യോ, അവിടെയൊക്കെ അംബിക നാടകം കളിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. അങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ ഭൂമിക്കൊരു കോള് വരും. അപ്പോൾ ഭൂമി പറയും, എന്താ വർക്ക്ഷോപ്പുകാരനാ, CCTVയുടെ കാര്യം പറയാനാ. അങ്ങനെ അയാൾ ഭൂമിയോട് പറയും, ഈ കാർ ഇനി പണിയാവും, ഇതിൻ്റെ ആയുസ് തീർന്നിരിക്കുക. അത് കേൾക്കുമ്പോൾ ഭൂമിക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണ്. എന്നിട്ട് ഭൂമി പറയും, ആയുസ് തീർന്നെന്ന് തന്നോട് ആരാ പറഞ്ഞത്? ആയുസ് തീരാതിരിക്കാനല്ലേ മെക്കാനിക്കായ തന്നെ ഏൽപ്പിച്ചത്? അല്ല, വെറുതെ ഇതിൽ പണിത് കാശ് കളയണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്യാഷ് കളഞ്ഞോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയും, ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും. അന്നേരം അച്ചേട്ടൻ ചോദിക്കും, എന്താ മോളെ, കാറിൻ്റെ ആയുസ് തീർന്നെന്ന്? അത് ശരിയല്ലേ മോളെ? അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് തട്ടിക്കയറുകയാണ്. ആ സമയത്ത് അംബികേച്ചി അവിടേക്ക് വന്നിട്ട് ചോദിക്കും, എന്താ ഇവിടെ ഒരു ബഹളം? പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ കുഞ്ഞുവാവ ഇന്ന് ഉറങ്ങില്ല എന്ന് പറഞ്ഞ് ഭൂമി ദേഷ്യം പിടിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അംബികേച്ചിയോട് അച്ചേട്ടൻ പറയും, കാർ വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വിളിച്ചിരുന്നേ, കാറിൻ്റെ ആയുസ് തീർന്നെന്ന്. ബെസ്റ്റ്, ഇത് നേരിട്ടാണ് അയാൾ പറഞ്ഞിരുന്നെങ്കിലേ അയാളുടെ ആയുസ് തീർന്നേനെ. അച്ചേട്ടന് കാറ് ജീവനാണെന്ന് അവൾക്ക് അറിഞ്ഞൂടെ? അങ്ങനെ ഭൂമി അകത്തേക്ക് വന്ന് ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. എന്നിട്ട് അവൾ ബാഗൊക്കെ എടുക്കുന്ന സമയത്ത്, അയ്യോ, അച്ചേട്ടൻ്റെ മരുന്ന് എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ മരുന്നൊക്കെ ബാഗിൽ എടുത്തു വെക്കുകയാണ്. ആ മരുന്ന് എടുത്തു വെക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭൂമിയുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്താനുള്ള കാര്യങ്ങളൊക്കെ. അവൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. വല്ലാത്തൊരു നിസ്സഹാവസ്ഥയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ അച്ചേട്ടൻ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഭൂമി വന്നിട്ട് പറയും, അച്ഛാ പോവാം, അംബികയെ എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം അമ്മയെന്നും പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങും. ആ സമയത്ത് കമാൽ അവരെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടാവും വീടിൻ്റെ പിറകുവശത്ത് ഇരുന്നിട്ട്. ഭൂമി അച്ചേട്ടനും സ്കൂട്ടിയിൽ ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് കമാൽ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അതാണെങ്കിലും അവർ കാണുന്നുമില്ല. പിന്നീട് കാണിക്കുന്നത് സൗഭാഗ്യപുരത്തെ ഹാളിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഭവാനിയൊക്കെ നല്ല സന്തോഷത്തിലാണ്. ഭവാനി മാത്രമല്ല, എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അങ്ങനെ മുത്തശ്ശി പറയും, അജയ്ക്കും അഞ്ജനയ്ക്കും സമ്മതമാണെങ്കിൽ വിവാഹം ഇനി അധികം നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല. എന്താ ഭവാനി, അമ്മ പറയുന്നതിൽ എനിക്ക് എതിരഭിപ്രായം ഉണ്ടോ? അന്നേരം മുത്തശ്ശി ചോദിക്കും, അല്ല, നിനക്ക് നിൻ്റെ മോളെ അജയ്ക്ക് കൊടുക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. അപ്പോൾ സംഗീത പറയാണ്, ഭവാനി പറഞ്ഞതല്ലേ, അമ്മയാണ് തീരുമാനിക്കുന്നതെങ്കിൽ എതിർപ്പൊന്നുമില്ലാന്ന്. മുത്തശ്ശി പറയും, ജോൽസിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മാധവ, നിൻ്റെ മകന് എത്രയാ സ്ത്രീധനം വേണ്ടത്? അത് കേൾക്കുമ്പോൾ സംഗീതയും മാധവനൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശി പറയും, പറഞ്ഞോളൂ, എത്രയാ വേണ്ടതെന്ന് പറഞ്ഞോളൂ. അന്നേരം മാധവൻ പറയും, അല്ല, അമ്മ ഇന്ന് രാവിലെ നല്ല തമാശ മൂഡിലാണല്ലോ. അല്ല മോനെ, സീരിയസാ, നാളെ ഇനി അതൊരു വിഷയം ആവരുത്. അഞ്ജനയുടെയും ഭവാനിയുടെയും പേരിൽ കുറച്ച് ഭൂസ്വത്ത് കുറവാ, അത് നീ കാര്യമാക്കണ്ട.
അവർക്കുള്ളത് ഞാൻ തരും. അപ്പോൾ സംഗീത പറയാം, എന്താ അമ്മേ, അഞ്ജന നമ്മുടെ കുട്ടിയല്ലേ, കണക്ക് പറയേണ്ട കാര്യമുണ്ടോ? എന്നിട്ട് മുത്തശ്ശി സത്യൻ്റെ അടുത്ത് പറയും, സത്യ, അഞ്ജനയ്ക്ക് അച്ഛനില്ലല്ലോ മോനെ, നീ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കണം. എന്ന് വെച്ചാൽ പെൺവീട്ടുകാരുടെ ഒപ്പം നീ നിൽക്കണം. അത് കേൾക്കുമ്പോൾ സത്യം ചോദിക്കും, അത് വേണോ അമ്മേ? അഞ്ജനയുടെ അമ്മാവനുണ്ടാവുമല്ലോ. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയാണ്, നിനക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല ഭവാനി, നിനക്കതൊരു ബുദ്ധിമുട്ടാവോ എന്ന് കരുതിയിട്ടാണ് അവൻ ഇങ്ങനെ പറയുന്നത്. ആ സമയത്ത് ഭവാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എനിക്ക് ഇയാളെ കാണുന്നതേ ഇഷ്ടമല്ല, സാഗറിൻ്റെ മരണത്തിലെത്തിച്ചതാണ്. എങ്കിലും എനിക്ക് എൻ്റെ മോളെ വിവാഹം നടത്തിയേ തീരൂ. തൽക്കാലം അമ്മ പറയുന്നത് അനുസരിക്കാം എന്നുള്ള ഭാവത്തിൽ നിൽക്കും. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, എന്താ ഭവാനി ആലോചിക്കുന്നത്? അമ്മ തീരുമാനിച്ചോളൂ. സത്യ, നിൻ്റെ മോളാണ് അഞ്ജന, നീ ആ കർമ്മം ചെയ്യണം മോനെ. അഭിരാമിയുടെ സ്ഥാനത്ത് കണ്ട് നീ ആ കർമ്മം ചെയ്യണം. അത് കേൾക്കുമ്പം സത്യദാസിന് വല്ലാത്ത വിഷമം വരികയാണ്. അപ്പോൾ സംഗീത അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയുടെ അടുത്ത് പറയും, അമ്മേ, ഏട്ടൻ അഭിരാമിയുടെ ചിന്തയിലേക്ക് പോവാണെന്ന് തോന്നുന്നു. അന്നേരം മുത്തശ്ശി, സത്യ മോനെ ഇങ്ങ് വാ, അമ്മയുടെ അടുത്ത് വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് തോളിൽ തട്ടിക്കൊണ്ട് പറയും, മോനെ, നിന്റെ വിഷമം അറിയാത്ത അമ്മയല്ല ഞാൻ, എല്ലാ വിഷമവും മാറിക്കിട്ടും. ഒരു ദിവസം സുമിത്ര അഭിരാമിയും അടങ്ങി വരും, അത് കണ്ടിട്ടേ ഞാൻ മരിക്കൂ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുമ്പോൾ ഭവാനി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, എങ്കിൽ വേഗം മരിച്ചോളൂ, ആ ഒരു സ്വപ്നം എന്തായാലും നടക്കാൻ പോകുന്നില്ല. ആ സമയത്താണ് അവിടേക്ക് ജ്യോത്സ്യർ കടന്നു വരുന്നത്. അന്നേരം മുത്തശ്ശി പറയും, ഇരുന്നാട്ടെ ജ്യോത്സ്യരെ, എല്ലാ ജാതകപ്പൊരുത്തം എങ്ങനെയുണ്ട്? 10ൽ 8 പൊരുത്തം, ശുഭമുഹൂർത്തം, എല്ലാം അത്യുത്തമം. അപ്പം മുത്തശ്ശി പറയും, എന്നാൽ പിന്നെ നിശ്ചയത്തിനുള്ള മുഹൂർത്തം കുറിക്കാം. ആവാം എന്ന് പറഞ്ഞിട്ട് മുഹൂർത്തം കുറിക്കാൻ നിൽക്കുന്ന സമയത്താണ് അജയ് അവിടേക്ക് കടന്നു വരുന്നത്. അത് കാണുമ്പോൾ മാധവൻ പറയും, അജയ് വന്നല്ലോ, എന്നാൽ ഇനിയെല്ലാം അജയ് കൂടെ സാന്നിധ്യത്തിലാവട്ടെ. ഭവാനി അഞ്ജനയെ വിളിക്കുകയാണ്. അതിനിടയിൽ അജയ് ചോദിക്കും, മുത്തശ്ശി എന്താ ഇതൊക്കെ? നിനക്ക് കണ്ടിട്ടൊന്നും മനസ്സിലായില്ലേ? നിൻ്റെ അഞ്ജനയും വിവാഹത്തിനുള്ള തീയതി കുറിക്കുകയാണ്. അതിന് അഞ്ജനയ്ക്ക് ഇഷ്ടമാവണ്ടേ എന്നവൾ പറഞ്ഞോ? അല്ല, അവളൊന്നും പറഞ്ഞില്ലേ? അവൾക്ക് വിവാഹത്തിന് ഇഷ്ടമല്ലല്ലോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വെച്ച് സംസാരിച്ചപ്പോൾ അവൾ അക്കാര്യം എന്നോട് പറഞ്ഞതാണല്ലോ, മുത്തശ്ശിയുടെ അടുത്ത് പറയാമെന്ന്. അപ്പം മുത്തശ്ശി ചോദിക്കും, എന്നിട്ട് അവൾ അക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അതും കേട്ടുകൊണ്ടായിരിക്കും അഞ്ജന മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ അഞ്ജന വരുമ്പോൾ അജയ് പറയും, അഞ്ജന, നമ്മൾ തീരുമാനിച്ച കാര്യം മുത്തശ്ശിയുടെ അടുത്ത് പറയേ. അപ്പം അഞ്ജന പറയും, ഞങ്ങൾ രണ്ടുപേരും ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു. ശരിയല്ല അജയ്? ശരിയാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കും, ശരി, എന്നിട്ട് എന്താ തീരുമാനം? ഞങ്ങൾ രണ്ടുപേരുടെയും വിവാഹം പെട്ടെന്ന് നടത്തി തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ആത്മഹത്യ ചെയ്യും, അതാണ് തീരുമാനം. അല്ലേ അജയ് എന്ന് പറയുമ്പോൾ അജയ് ഇങ്ങനെ ഞെട്ടായിട്ട് നോക്കി നിൽക്കുകയാണ്. അജയ് പറഞ്ഞതേ ഞങ്ങൾ കുഞ്ഞുനാൾ തൊട്ടേ എന്നെ ഇഷ്ടമായിരുന്നു എന്നാണ് എന്നൊക്കെ ഇങ്ങനെ അഞ്ജന പറയുന്ന സമയത്ത് മുത്തശ്ശി പറയും, അത് ശരി, പൂച്ച കണ്ണു അടച്ച് പാല് കുടിക്കുകയായിരുന്നു അല്ലേ? അപ്പം മാധവൻ പറയും, ഞങ്ങൾക്കൊക്കെ പൂർണ്ണ സമ്മതം. അല്ല അജയ് പറയാണ്, അല്ല എനിക്ക് പറയാനുണ്ട് എന്ന് പറയുമ്പോൾ അജയ് പറയുന്നത് കേൾക്കാൻ ആരും തയ്യാറാവില്ല. അങ്ങനെ ജ്യോത്സ്യർ നിശ്ചയത്തിനുള്ള ദിവസം കുറിക്കുന്നതിനിടയിൽ അഞ്ജന ഇങ്ങനെ മനസ്സിൽ കരുതും, ഞാനേ ഭവാനിയുടെ മകളാണ് എന്ന്. പിന്നീട് കാണിക്കുന്നത് ഭൂമിയും അച്ചേട്ടനും ഇങ്ങനെ കായലിൻ്റെ തീരത്ത് വണ്ടി സൈഡാക്കിയിട്ട് അവിടേക്ക് നടന്നു പോവാണ്. അതിൻ്റെ ബാക്കിലാണെങ്കിൽ കമാൽ ഇവരെ പിന്തുടരുന്നുണ്ട്. അങ്ങനെ അവർ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ കമാൽ അവരെ ഫോളോ ചെയ്യാണ്. അതിനിടയിൽ കമാലിന് കോള് വരികയാണ് ഭവാനിയുടെ. എന്നിട്ട് ഭവാനി ചോദിക്കും, താനിത് എവിടെയാടോ? ഇവിടെ വിവാഹത്തിനുള്ള കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ കണ്ടെത്തിയോ? ഇന്ന് എന്തായാലും ഞാൻ അവരെ കണ്ടെത്തിയിരിക്കും. അച്ഛനെയും മകളെയും ഞാൻ പിന്തുടർന്നുകൊണ്ടിരിക്കും. മേഡം വിഷമിക്കാതിരിക്കുക, ഞാൻ ഇന്ന് തന്നെ അവരെ കണ്ടെത്തിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. അങ്ങനെ ഭൂമിയും അച്ചുവേട്ടനും ആ കായത്തീരത്തിരുന്നിട്ട് ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ ഭൂമി ചോദിക്കും, അല്ല അച്ഛന് കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അപ്പം അച്ചുവേട്ടൻ പറയും, എനിക്കൊന്നും വേണ്ട, എന്നാൽ എനിക്ക് വേണം, എനിക്കൊരു ഐസ്ക്രീം വേണം എന്ന് ഭൂമി പറയുമ്പോൾ പറയും, എന്നാൽ എനിക്കും വേണം. അങ്ങനെ ഭൂമി ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് കമാൽ ഭൂമിയെ പിന്തുടരുകയാണ്. അങ്ങനെ ഭൂമി ഐസ്ക്രീമും വാങ്ങി തിരിച്ച് നടക്കുന്നതിനിടയിൽ കമാൽ ഭൂമിയെ തട്ടിത്തെറിപ്പിച്ചിട്ടാണ് പോകുന്നത്. ആ സമയത്ത് ഐസ്ക്രീം താഴെ വീഴുമ്പോൾ ഭൂമി കുമ്പിടാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കമാൽ ആ മറുക് കാണുന്നുണ്ട്. അങ്ങനെ തിരിച്ചറിയാണ് അത് അഭിരാമിയാണെന്നുള്ള സത്യം. അങ്ങനെ ഭൂമി ഐസ്ക്രീമൊക്കെ ആയിട്ട് അച്ചേട്ടൻ്റെ അടുത്ത് വന്ന് പിന്നെ രണ്ടുപേരും ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബോട്ട് യാത്രയൊക്കെ നടത്തി അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്.
ഭൂമിയുടെ മനസ്സിൽ അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ചുള്ള ചിന്തകളുകൊണ്ട് അച്ഛൻ വിട്ടുപോകും എന്നുള്ള ആ ഒരു ആദി കൊണ്ടാണ് അച്ഛനെ ഇത്രത്തോളം സ്നേഹിക്കുന്നത്. അച്ഛനാണെങ്കിലോ സ്വന്തം മകളല്ല, അത് എന്നെങ്കിലും ഒരിക്കൽ നഷ്ടപ്പെട്ടു പോവുമോ എന്നുള്ള ഭയത്താലാണ് അച്ഛനും മോളെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആ സ്നേഹം കണ്ടാൽ എല്ലാവരുടെയും മനസ്സ് നിറയ്ക്കുന്ന രീതിയിലാണ് അവർ ഇങ്ങനെ അച്ഛനും മോളും അടുത്തുകൊണ്ടിരിക്കുന്നത്. കമാല അപ്പം തന്നെ ഭവാനിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. ഞാൻ തിരിച്ചറിഞ്ഞു, അത് അഭിരാമിയാണെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. മാഡം പറഞ്ഞ പോലെ അവളുടെ കഴുത്തിൽ ആ മറുക് ഞാൻ കണ്ടു എന്നൊക്കെ പറയാണ്. അന്നേരം ഭവാനി പറയുന്നുണ്ട്, അയാൾ എന്നെ ചതിച്ചു, ഇനി രണ്ടുപേരെയും വച്ചേക്കരുത്, രണ്ടുപേരെയും കൊന്നു കളയണം എന്നൊക്കെ കമാലിനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് ഭവാനി ഇങ്ങനെ മനസ്സിൽ കരുതാണ് അയാളുടെ കുഞ്ഞ് അപ്പം ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം. അതോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.